നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, ഇന്നൊരു ചീത്ത ദിവസമായിരുന്നു എന്ന്. യഥാർത്ഥത്തിൽ ചിലത് ചീത്ത ദിവസവും മറ്റ് ചിലത് നല്ല ദിവസവും എന്ന് നമ്മുടെ മനസ്സ് മുദ്രകുത്തുന്നതാണ്. ചീത്ത ദിവസം എന്ന് നമ്മൾ വിചാരിക്കുന്നത് ചില മാസങ്ങളോ ചില ആഴ്ചകളോ കഴിയുമ്പോൾ നല്ല ദിവസമായി നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ പറയും, അന്ന് അങ്ങനെ സംഭവിച്ചത് നന്നായി എന്ന്. ചീത്ത എന്ന് നമ്മൾ വിചാരിച്ച ആ അനുഭവത്തിൽ നിന്നും എന്തെങ്കിലും വിലപ്പെട്ട ഒരു പാഠം നാം പഠിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങൾ നമുക്ക് ഗുണകരമായിട്ടുണ്ടാകും. ഇങ്ങനെ ചിന്തിച്ചാൽ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്തും നല്ലതിനു വേണ്ടിയാണെന്ന് കാണാൻ നമുക്ക് കഴിയും. നമ്മുടെ അനുഭവങ്ങളെ നല്ലതും ചീത്തയും ആക്കുന്നത് നമ്മുടെ മനോഭാവമാണ്. ജീവിതത്തെ മുൻവിധിയോടെ കാണാതിരുന്നാൽ എല്ലാം നല്ലതിനാണെന്ന് മനസ്സിലാക്കാം. തുടർന്ന് ഗുരുവചനം കേൾക്കാം. പരമാത്മാവിന്റെ അനന്തവൈഭവത്തെ അതുല്യമായ രീതിയിൽ സ്വജീവിതത്തിലൂടെ പ്രകാശിപ്പിച്ച അവതാരമാണ് ശ്രീകൃഷ്ണൻ. മാതാ അമൃതാനന്ദമയി ദേവി. അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ചൊല്ലുന്നത് കേൾക്കാം. വചസാ ചരിതം വദാമി ശംഭോരഹമുദ്യോഗ വിധാസു തേ പ്രസക്തഃ മനസാ കൃതിമീശ്വരസ്യ സേവേ ശിരസാ ചൈവ സദാശിവം നമാമി. വചസാ ചരിതം വദാമി ശംഭോർ അഹമുദ്യോഗ വിധാസു തേ പ്രസക്തഃ മനസാ കൃതിമീശ്വരസ്യ സേവേ ശിരസാ ചൈവ സദാശിവം നമാമി. തുടർന്ന് ശങ്കരസ്തോത്രാമൃതം. വില്ല് കൊണ്ടും ഉലക്ക കൊണ്ടും കല്ലുകൊണ്ടും പൂജിക്കണോ എന്ന് ഭക്തൻ ചോദിക്കുന്ന ശ്ലോകമാണ് ഇന്നലെ ശങ്കരസ്തോത്രാമൃതത്തിൽ ചർച്ച ചെയ്തത്. എന്ത് ചെയ്താലും ഭഗവാന്റെ കാരുണ്യം ലഭിക്കണമെന്ന ഭക്തന്റെ ഉത്കടമായ അഭിലാഷമാണ് ശിവാനന്ദലഹരിയിലെ 89 ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഭഗവത് പ്രീതിക്ക് വേണ്ടി ഭഗവാനോട് യുദ്ധം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും തയ്യാറാണെന്ന് പറയുന്ന ശ്ലോകത്തിലെ ഭക്തിഭാവത്തെ വ്യാഖ്യാനിക്കുകയാണ് സ്വാമി ചിദാനന്ദപുരി. ശ്രീ ശങ്കരസ്തോത്ര കൃതികളിൽ ശിവാനന്ദലഹരിയിൽ 89 ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്. അവിടെ സാധാരണ ഭക്തിമാർഗത്തിൽ പ്രവർത്തിക്കുന്ന ഭക്തൻ സ്തോത്രങ്ങൾ,
നമസ്കാരങ്ങൾ, പൂജാവിധികൾ, ധ്യാന സമാധികളൊക്കെ ചെയ്ത് അങ്ങനെ സാധനാമാർഗത്തിൽ മുന്നോട്ട് പോകുന്നു. എന്നാൽ ഇതുകൊണ്ടൊന്നും ഭഗവാൻ സന്തുഷ്ടനാവുന്നില്ല. ഇവിടെ സന്തുഷ്ടനാവുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും പൂജാവിധികളെ കൊണ്ടോ സ്തോത്രത്തെ കൊണ്ടോ നമസ്കാരത്തെ കൊണ്ടോ ഭഗവാൻ സന്തുഷ്ടനാക്കില്ല എന്നല്ല അർത്ഥം. മറിച്ച് വ്യാകുലതയോടുകൂടി ഭജിക്കുന്ന ഭക്തനെ സംബന്ധിച്ച് തനിക്ക് ആ ഭഗവത് അനുഗ്രഹം ലഭിക്കുന്നില്ലല്ലോ എന്നുള്ള ചിന്തയാണ്. ഇത്തരം സാധനാ മാർഗത്തിൽ സഞ്ചരിച്ചിട്ടും പൂർണ്ണമായ ഭഗവത് സന്തോഷം തനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ചിന്തയാണ്. അതാണ് പ്രകടമാക്കുന്നത് നദിഭിർനുദിഭിസ്ത്വമീശ പൂജാവിധിഭിർധ്യാന സമാധിഭിർന തുഷ്ടഃ. ഇതുകൊണ്ടൊന്നും തുഷ്ടനാവില്ല എന്നല്ല, തുഷ്ടനായില്ല എന്നാണ്. രണ്ടും വളരെ വ്യത്യാസമുണ്ട്. ഇങ്ങനെയുള്ള യാതൊരു സാധനാക്രമത്തിലൂടെയും തുഷ്ടനാവില്ല ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഭക്തിശാസ്ത്രങ്ങളൊക്കെ വെറുതെ ആയി പോകും. അങ്ങനെ പറയരുത്. മറിച്ച് വ്യാകുലതയോടുകൂടി ഭജിക്കുന്ന ഭക്തനെ സംബന്ധിച്ച് ഇതൊക്കെ ചെയ്തിട്ടും തനിക്ക് ഭഗവാന്റെ പൂർണ്ണമായ സന്തോഷഭാവം അനുഭവിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ചിന്തയാണ്. അപ്പം ഇനി എന്ത് വേണം? ധനുഷാ മുസലേന അശ്മഭിഹി വാ തേ പ്രീതികരം വദ. വില്ലുകൊണ്ടോ, ധനുഷാ, ധനുസ് വില്ല്, ധനുഷാ വില്ലുകൊണ്ട്, മുസലം ഉലയ്ക്ക, മുസലേന ഉലയ്ക്ക കൊണ്ട്, അശ്മ ശബ്ദത്തിന് കല്ലെന്നർത്ഥം, അശ്മഭിഹി കല്ലുകളെ കൊണ്ട്. ഇതുകൊണ്ടൊക്കെയാണോ ഇനി നിന്നെ സന്തോഷിപ്പിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ പറയൂ. എന്തിനാ പറയുന്നേ? തഥാകരോമി, ഞാനങ്ങനെ ചെയ്യാം. ഭക്തൻ്റെ സാധാരണ മാർഗം വിട്ട് ഞാനും അങ്ങനെ ചെയ്യാം. അപ്പം ഇവിടെ അർജുനന് പരിപൂർണമായ അനുഗ്രഹം നൽകുന്നതിന് മുമ്പായി ഭഗവാൻ അതിഘോരമായ യുദ്ധത്തിലേർപ്പെട്ടു അർജുനനുമായി, കിരാതരൂപിയായി തീർന്നിട്ട്. അപ്പം കിരാതരൂപിയായ ഭഗവാൻ വില്ലേന്തി അർജുനനുമായി യുദ്ധത്തിലേർപ്പെട്ടു. അപ്പോൾ അർജുനൻ വില്ലേന്തി ഭഗവാനെ ധാരാളം യുദ്ധം ചെയ്ത ശേഷമാണ് പൂർണ്ണമായ അനുഗ്രഹം ലഭിച്ചത്. ഇതുപോലെ തന്നെ തപസ്സിലൂടെ ഭഗവാന്റെ പക്കൽ നിന്ന് വരമെല്ലാം നേടിയിട്ടും അത് പരീക്ഷിക്കാൻ വേണ്ടി ഭഗവാനോട് എതിരിടാൻ പോകുന്നുണ്ട് രാവണൻ. അപ്പോൾ ഇങ്ങനെ അർജുനൻ, രാവണൻ തുടങ്ങിയവരുടെ ദൃഷ്ടാന്തങ്ങൾ തൻ്റെ മനസ്സിൽ വരികയാണ്. അവർക്ക് പൂർണ്ണമായ ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചത് അമ്പുകൊണ്ടും കല്ലുകൊണ്ടും മുസലം കൊണ്ടും എന്ന് വേണ്ട ആയുധങ്ങളെ കൊണ്ട് ഭഗവാനോട് എതിരിട്ട ശേഷമാണ്. അപ്പോൾ അതാണോ അവിടത്തേക്ക് പ്രീതികരം? പറയൂ. അങ്ങനെയാണെങ്കിൽ ഈ നമസ്കാരങ്ങളും സ്തോത്രങ്ങളും പൂജാവിധികളും ധ്യാന സമാധികളുമൊക്കെ മാറ്റി ഞാനും ആ വഴിക്ക് തിരിയാം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തായാലും തരക്കേടില്ല. ഭഗവാന്റെ കാരുണ്യം, ഭഗവാന്റെ കൃപ, ഭഗവാന്റെ സന്തോഷം അതുണ്ടാവണമെന്നുള്ള ഭക്തൻ്റെ ഉത്കടമായ അഭിലാഷമാണ് ഇവിടെ പ്രകടമാകുന്നത്. അവിടെ ഭക്തൻ എന്ത് ചെയ്യാനും തയ്യാറാവുകയാണ്. ഇപ്പോൾ സാമാന്യമായി ലോകസമ്മതമായ രീതിയിലൂടെ ഭഗവാന്റെ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഭഗവാനോട് യുദ്ധം ചെയ്യാനും തയ്യാറാണ്. അതുകൊണ്ട് അവിടുത്തെ പ്രീതി കൈവരുമെങ്കിൽ, അപ്പോൾ ഭഗവത് പ്രീതി തനിക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ താൻ യുദ്ധം ചെയ്യണമെന്നാണോ ഭഗവാനോട്? അതും താൻ തയ്യാറാണ്. ഏത് വിധേനയായാലും അവിടുത്തെ സന്തോഷമുണ്ടായാൽ മതി ഭക്തനെ സംബന്ധിച്ച്. ഇതാണ് ഈ ഒരു വാക്യത്തിൻ്റെ താത്പര്യം. നോക്കൂ. നതിഭിർനുദിഭിസ്ത്വമീശ പൂജാവിധിഭിർധ്യാന സമാധിഭിർന തുഷ്ടഃ. ഹേ ഈശ, ത്വം നീ, നദിഭിഹി നമസ്കാരങ്ങളെ കൊണ്ട്, നുദിഭിഹി സ്തോത്രങ്ങളെ കൊണ്ട്, പൂജാവിധിഭിഹി പൂജാവിധികളെ കൊണ്ട്, ധ്യാനസമാധിഭിഹി ധ്യാനസമാധികളെ കൊണ്ട് ന തുഷ്ടഃ സന്തുഷ്ടനാകുന്നില്ല. ധനുഷാ മുസലേന ചാശ്മഭിർവാ വില്ലുകൊണ്ടോ ഉലയ്ക്ക കൊണ്ടോ കല്ലുകളെ കൊണ്ടോ ആണോ തേ പ്രീതികരം
നിനക്ക് പ്രീതികരമാകുന്നത് വദ, നീ പറഞ്ഞാലും. എന്തിനാ പറയുന്നേ? തഥാ കരോമി, ഞാൻ അപ്രകാരം ഇതാ ചെയ്യുന്നു എന്ന് ഭക്തൻ പറയുകയാണ്. അപ്പോൾ ഏത് വിധേനയായാലും ഭഗവാന്റെ സന്തോഷം നേടിയെടുക്കാനുള്ള ഭക്തൻ്റെ ഉത്കടമായ അഭിവാഞ്ചയാണ് ഇവിടെ പ്രകടമാകുന്നത്. തുടർന്ന് വചസാ ചരിതം വദാമി ശംഭോ അഹമുദ്യോഗ വിധാസു തേ പ്രസക്തഃ മനസാ കൃതിമീശ്വരസ്യ സേവേ ശിരസാ ചൈവ സദാശിവം നമാമി. തൻ്റെ എല്ലാ കരണങ്ങളെക്കൊണ്ടും ഭഗവാന്റെ അനുസന്ധാനത്തിൽ, ചിന്തനത്തിൽ, സാധനയിൽ ഞാനിതാ വ്യാപരിക്കുന്നു എന്ന് പറയുന്ന ഭാഗമാണ്. എല്ലാ കരണങ്ങളെക്കൊണ്ടും ഞാനിതാ ഭഗവാനെ ഉപാസിക്കുന്നു, ഭഗവാനെ പൂജിക്കുന്നു. എങ്ങനെയൊക്കെയാണ് അത് നമുക്ക് അടുത്ത പ്രാവശ്യം വിചാരം ചെയ്യാം. ഓം. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്രസന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഇത് കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രം. നിരുപമ മാഹാത്മ്യത്തിൻ്റെയും അനുപമ ചൈതന്യത്തിൻ്റെയും നിത്യപൂർണിമയിൽ പരിലസിക്കുന്ന തൊടുപുഴ ദേശത്തെ ഒരു പ്രസിദ്ധി കേട്ട ക്ഷേത്രമത്രേ കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രം. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ സംഹാരകാരകനായ ഭഗവാൻ ശിവൻ തമോഗണ മൂർത്തിയത്രേ. ബ്രഹ്മാവിന്റെ രോഷത്തിൽ നിന്നുമാണ് ശിവന്റെ ജനനം എന്നാണ് ദേവീ ഭാഗവതത്തിലെ പ്രതിപാദനം. ഈശാനം, തൽപുരുഷം, അഘോരം, വാമദേവം, സദ്യോജാതം എന്നിങ്ങനെ പഞ്ചമുഖങ്ങളോട് കൂടിയവനത്രേ ഭഗവാൻ ശിവൻ എന്നാണ് സങ്കല്പം. വേദങ്ങളിൽ ശിവൻ രുദ്രൻ എന്നാണ് അറിയപ്പെടുന്നത്. ചർമാംബരധാരിയായി അമ്പും വില്ലും അശനിയും ആയുധങ്ങളാക്കി പർവ്വതത്തിൽ വസിക്കുന്ന രുദ്രൻ അംബികയുടെ നാഥനാണ് എന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്. ഇത് ഭഗവാൻ ശിവന്റെ പൂർവ്വസങ്കല്പമത്രേ. സാധാരണ പ്രതിഷ്ഠകൾക്ക് പുറമെ സദാശിവന്റെ മൃത്യുഞ്ജയൻ, ദക്ഷിണാമൂർത്തി, കിരാതമൂർത്തി, അഘോരമൂർത്തി, നീലകണ്ഠൻ, ചന്ദ്രശേഖരൻ, വിശ്വനാഥൻ, ശ്രീകണ്ഠൻ, ഉമാമഹേശ്വരൻ, നടരാജൻ എന്നിങ്ങനെ ശിവന് എണ്ണമറ്റ മൂർത്തിഭേദങ്ങളാണുള്ളത്. ശിവഭഗവാന്റെ മറ്റൊരു പേരത്രേ ശങ്കരൻ. ശം സുഖം കരോതി ശങ്കര എന്നാണ് നിരുക്തം. അതായത് സുഖത്തെ ഉണ്ടാക്കുന്നതുകൊണ്ട് ശങ്കരൻ. സ്ഥൂല ശരീരത്തിൽ സൂക്ഷ്മ ചൈതന്യവും കുടികൊള്ളുന്നത് പോലെ ലിംഗശരീരത്തിലും ഈശ്വരഭാവം കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. ത്രിമൂർത്തി സംഗമവും ശിവലിംഗത്തിൽ സങ്കല്പിക്കപ്പെടാറുണ്ട്. ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിതമായിട്ടുള്ള ശിവലിംഗങ്ങളിലെ ദർശനീയമായ ലിംഗഭാഗം ശിവനെയും അദൃശ്യമായ അഷ്ടദളാകൃതിയിലുള്ള പീഠഭാഗം മഹാവിഷ്ണുവിനെയും അതിനടിയിലുള്ള ചതുരഭാഗം ബ്രഹ്മാവിനെയും സൂചിപ്പിക്കുന്നു. അതിനാൽ ശിവക്ഷേത്രങ്ങളിൽ ത്രിമൂർത്തി ചൈതന്യവും കുടികൊള്ളുന്നു എന്നാണ് വിശ്വസിക്കപ്പെട്ടു വരുന്നത്. ശിവന്റെ വിവിധ മൂർത്തിഭേദങ്ങളിൽ ഒന്നായ ശ്രീ മഹാദേവനെയാണ്
കാഞ്ഞിരമറ്റം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു വരുന്നത്. ഇടുക്കി ജില്ലയിലെ കാഞ്ഞിരമറ്റത്ത് സർവ്വ ഐശ്വര്യങ്ങളുടെയും പ്രതീകമായി നിലകൊള്ളുന്ന ശ്രീ മഹാദേവ ക്ഷേത്രം അനേകങ്ങളുടെ ആരാധനാ കേന്ദ്രമത്രേ. കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രം ഏതാണ്ട് 700 വർഷങ്ങൾക്ക് മുൻപ് നാട് ഭരിച്ചിരുന്ന വടക്കംകൂർ മഹാരാജാവിന്റെ കാലത്താണ് പണി കഴിച്ചിട്ടുള്ളത്. ഇന്ന് തൊടുപുഴയിലെ കാരിക്കോട് ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് അദ്ദേഹം ശിവക്ഷേത്രം പണിയുവാൻ തീരുമാനിക്കുകയും എന്നാൽ സ്വപ്ന ദർശനത്തിൽ അവിടെ ദേവിയെ പ്രതിഷ്ഠിക്കുന്നതിനും മറ്റൊരു സ്ഥലത്ത് ശിവക്ഷേത്രം പണിയുന്നതിനും തീരുമാനിക്കുകയുണ്ടായി. യഥാക്രമം കാരിക്കോടും കാഞ്ഞിരമറ്റത്തും ശിവ ദേവീക്ഷേത്രങ്ങൾ പണികഴിപ്പിക്കുവാൻ തീരുമാനിച്ച വടക്കംകൂർ രാജാവ് അതിനായി കാരിക്കോട് പടിഞ്ഞാറ് ദർശനമായി ശിവപ്രതിഷ്ഠ നടത്തുവാൻ ആരംഭിച്ചു. അതിലേക്കായി നന്ദിശില്പം വരെ അവിടെ നിർമ്മിക്കുകയുണ്ടായി. കാഞ്ഞിരമറ്റത്ത് ദേവീ പ്രതിഷ്ഠയ്ക്കായി ക്ഷേത്രവും നിർമ്മിച്ചു. എന്നാൽ കാഞ്ഞിരമറ്റത്ത് വെളിപ്പുറത്തപ്പനായ ശ്രീ മഹാദേവന്റെ ശക്തി സ്വയംഭൂവായി എന്നും പിന്നീട് അപ്രകാരം ഇവിടെ ശ്രീ മഹാദേവനെയും കാരിക്കോട് ദേവിയെയും പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. AD 1749 1750 കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന വടക്കംകൂർ രാജവംശത്തിലെ ഒരു രാജാവത്രേ കാഞ്ഞിരമറ്റം ക്ഷേത്രം പണിതീർത്തത്. തിരുവിതാംകൂർ രാജാവായിരുന്ന പ്രസിദ്ധനായ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശം തന്റെ കീഴിലാക്കിയതിനെ തുടർന്ന് ഈ ക്ഷേത്ര പരിസരം അദ്ദേഹത്തിന് പ്രത്യേക താൽപ്പര്യമുള്ള പ്രദേശമായി മാറി. തന്റെ രാജ്യത്തിന്റെ വടക്കേ അതിർത്തിയിലുള്ള മലയോര പ്രദേശങ്ങളിലെ സന്ദർശന വേളകളിൽ ഈ ക്ഷേത്രവും പരിസരവും ഒരു താവളമായി മാറുകയുണ്ടായി. ഒരിക്കൽ മഹാരാജാവ് ക്ഷേത്രത്തിലെ ഉത്സവകാലത്ത് ഈ ക്ഷേത്രം സന്ദർശിക്കുവാനിടയായി. തദവസരത്തിൽ മഹാരാജാവ് ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന ഉത്സവബലി തന്റെ വഴിപാടായി നടത്തുവാൻ നിശ്ചയിച്ചു. തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന 1949 വരെ ഉത്സവബലിക്കായി തിരുവിതാംകൂർ ഖജനാവിൽ നിന്നും ഒരു നിശ്ചിത തുക ലഭിച്ചിരുന്നു എന്നാണ് ചരിത്രം. ക്ഷേത്ര നിർമ്മാണത്തിന് ഏറെ കാലങ്ങൾക്കു ശേഷം ക്ഷേത്രവും ക്ഷേത്രഭരണവും തൊടുപുഴയിലെ ചാലൻകോട് മനയ്ക്ക് കൈമാറുകയുണ്ടായി. ഈ ഇല്ലത്തെ പരമ്പര അന്യം നിന്നപ്പോൾ മൂവാറ്റുപുഴ താലൂക്കിലെ കുന്നയ്ക്കാൽ കരയിലെ മേടങ്ങാൽ ഇല്ലക്കാർ ഈ ക്ഷേത്രത്തിലെ ഊരാളന്മാരായി തീർന്നു. മേടങ്ങാൽ ഇല്ലത്തു നിന്നും ക്ഷേത്ര ഭരണാവകാശം പ്രാദേശിക കമ്മിറ്റിക്ക് വിട്ടുകൊടുക്കുകയും അവരിപ്പോൾ ഭരണം നടത്തുകയും ചെയ്തു വരുന്നു. ആദ്യകാലത്ത് ഇരിങ്ങാലക്കുട കാട്ടൂർ മണക്കാട്ടില്ലത്തേക്കായിരുന്നു ഈ ക്ഷേത്രത്തിലെ തന്ത്രം. ഏറെ കാലങ്ങൾക്ക് ശേഷം തന്ത്രാധികാരം തുടർന്നു കൊണ്ടുപോകുവാൻ മണക്കാട്ടില്ലത്തിന് കഴിയാതെ വരികയും ക്ഷേത്ര തന്ത്രാധികാരം തൃപ്പൂണിത്തുറ പുലിയന്നൂർ ഇല്ലക്കാരെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇന്നും പുലിയന്നൂർ ഇല്ലക്കാരാണ് ഇവിടുത്തെ തന്ത്രാധികാരം കൈയാളുന്നത്. അനന്യമായ പൂജാ സങ്കല്പങ്ങളാലും വിശിഷ്ടമായ ക്ഷേത്ര സങ്കല്പങ്ങളാലും പുഷ്കലമായ കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രം പ്രസിദ്ധമായ തൊടുപുഴയാറിന്റെ തീരത്താണ് കുടികൊള്ളുന്നത്. ഇടുക്കി ജില്ലയിലെ ഇലവേഴ പൂഞ്ചിറ എന്ന സ്ഥലത്തു നിന്നുമാണ് മനോഹരമായ തൊടുപുഴയാറിന്റെ ഉത്ഭവം. പഞ്ചപാണ്ഡവർ വനവാസക്കാലത്ത് കുടയത്തൂർ മലയുടെ മുകളിൽ വസിച്ചിരുന്നുവെന്നും പാഞ്ചാലിക്ക് കുളിക്കുവാനായി പഞ്ചപാണ്ഡവർ നിർമ്മിച്ച പൊയ്കയാണ് ഇലവീഴ പുഞ്ചിറ എന്നുമാണ് വിശ്വാസം. ആയതിനാൽ പുണ്യമായി കരുതുന്ന ഈ പുഴയിലെ ജലം വെളുപ്പിന് കുടത്തിൽ കൊണ്ടുവന്ന് നട തുറന്ന് നിർമാല്യത്തിനു ശേഷം അഭിഷേകം നടത്തുന്നു. കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തോട് ചേർന്ന് പടിഞ്ഞാറ് ദിശയിൽ തൊടുപുഴയാറിന്റെ തീരത്തായി മൂകാംബിക സന്നിധിയുമുണ്ട്. ഇവിടെ എല്ലാ സംക്രാന്തി തോറും പൂജയും വിദ്യാമന്ത്ര പുഷ്പാഞ്ജലിയും നവരാത്രിക്ക് പ്രത്യേക പൂജയും നടത്തപ്പെടുന്നു. പത്മത്തിലിരിക്കുന്ന ദേവിയും രണ്ടു ഭാഗത്തും പൊയ്കയിൽ നിന്നും താമര വർഷിക്കുന്ന ഗജങ്ങളും അടങ്ങുന്ന പ്രതിഷ്ഠയാണ് മൂകാംബിക പ്രതിഷ്ഠ. ശ്രീ മഹാദേവൻ ദേവീ സഹിതം ദേശാടനത്തിന് ഇറങ്ങിയെന്നും
നടന്നു ക്ഷീണിച്ച് വിശ്രമിച്ചതിന് ശേഷം പുഴയിൽ കുളിച്ച് ധ്യാനത്തിനായി ഇപ്പോൾ ക്ഷേത്രമിരിക്കുന്ന ഉയരം കൂടിയ ഭാഗത്ത് ഇരുന്നുവെന്നും ദേവി പുഴയുടെ അരികിൽ തന്നെ ഇരുന്ന് ധ്യാനിച്ചുവെന്നും ആ സ്ഥലമാണ് ഈ മൂകാംബിക സന്നിധിയെന്നും വിശ്വസിച്ചു പോരുന്നു. പടിഞ്ഞാറോട്ട് ദർശനമായാണ് ശ്രീ മഹാദേവൻ ഇവിടെ കുടികൊള്ളുന്നത്. ഉമാമഹേശ്വര സങ്കല്പത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ. നിത്യേന 3 പൂജയാണ് ക്ഷേത്രത്തിൽ വിധിപ്രകാരം നടത്തപ്പെടുന്നത്. കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ധാരയാണ്. നിത്യവും പ്രഭാതത്തിൽ 7 മണി മുതൽ നടക്കുന്ന ധാരയിൽ പന്നിനീർ, പാൽ, കരിക്ക്, ജലം തുടങ്ങിയവ അഭിഷേകം ചെയ്യുന്നു. സർവ്വവിധ സൗഭാഗ്യത്തിനായി നടത്തപ്പെടുന്ന ധാരയെ കൂടാതെ സർവ്വ പാപനാശത്തിനായി ശംഖാഭിഷേകം ഇവിടെ നടത്തപ്പെടുന്നു. കുടുംബ സൗഭാഗ്യത്തിനായി നടത്തപ്പെടുന്ന 101 കുടം ജലാഭിഷേകം ഇവിടെ പ്രധാനമത്രേ. സർവ്വദുരിതനാശത്തിനായി നടത്തപ്പെടുന്ന മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, ദീർഘായുസ്സിനായി മൃത്യുഞ്ജയ ഹോമം എന്നിവ ഇവിടുത്തെ വിവിധ വഴിപാടുകളിൽ പെടുന്നു. ഇവ കൂടാതെ പിതൃക്കൾക്ക് വേണ്ടി നമസ്കാരവും കുടുംബത്തിലെ എല്ലാ പിതൃക്കൾക്കുമായി കൂട്ട നമസ്കാരവും എല്ലാ മാസവും കറുത്ത വാവ് ദിവസം ഇവിടെ പ്രാധാന്യത്തോടുകൂടി നടത്തപ്പെടുന്നു. പിതൃക്കൾക്ക് സായുജ്യം നേടുന്നതിനായുള്ള തിലഹോമം, പഠന തടസ്സ നിവാരണത്തിനായുള്ള ശ്രീ വിദ്യാമന്ത്ര പുഷ്പാഞ്ജലി, വിവാഹങ്ങൾ നടക്കുവാനായി സ്വയംവര പുഷ്പാഞ്ജലി എന്നിവയാണ് ഇവിടെ നടത്തപ്പെടുന്ന മറ്റു പ്രധാന വഴിപാടുകൾ. മുഖ്യദേവനായ ശ്രീ മഹാദേവനെ കൂടാതെ ഉപദേവന്മാരായി കന്നിമൂലയിൽ ഗണപതിയും, നാലമ്പലത്തിനു പുറത്ത് ദക്ഷിണഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമായി അമൃതകല ശാസ്താവും, വടക്കുഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി ദുർഗാദേവിയും കുടികൊള്ളുന്നു. കൂടാതെ ചുറ്റുമതിൽക്കകത്തായി നാഗരാജാവ്, നാഗയക്ഷി എന്നിവരുടെ പ്രതിഷ്ഠയും ക്ഷേത്രത്തിലുണ്ട്. ദേവിക്ക് പട്ടുചാർത്തൽ, ശാസ്താവിന് നെയ്വിളക്ക്, ആയില്യം നാളിൽ സർപ്പത്തിന് 100 പാലും എന്നിവയാണ് ഉപദേവന്മാർക്കുള്ള പ്രധാന വഴിപാടുകൾ. കന്യമൂല ഗണപതിയെ കൂടാതെ സർപ്പപ്രതിഷ്ഠകൾക്ക് സമീപമുള്ള ഗണപതി ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകതയാണ്. ശിവരാത്രി കാലത്ത് കൊടിയേറിയുള്ള 8 ദിവസത്തെ ഉത്സവമാണ് കാഞ്ഞിരമറ്റം ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന വിശേഷാവസരം. 6-ാം ദിവസം നടക്കുന്ന ഉത്സവ ബലിയും കൊടിമൂട്ടിലെ പറയും ഉത്സവ നാളുകളിലെ പ്രധാന ചടങ്ങുകളാണ്. 8-ാം ദിവസം തൊടുപുഴയാറിന്റെ തീരത്തുള്ള ആറാട്ടുകടവിൽ നടക്കുന്ന ആറാട്ട് ചടങ്ങുകളോടുകൂടിയാണ് തിരുവുത്സവത്തിന് സമാപ്തി കുറിക്കുന്നത്. തിരുവുത്സവത്തെ കൂടാതെ ധനുമാസത്തിലെ തിരുവാതിര മഹോത്സവം, അശ്വതി നാളിൽ കാരിക്കോട് ക്ഷേത്രത്തിലേക്കുള്ള താലപ്പൊലി എഴുന്നള്ളിപ്പ്, കർക്കിടക വാവ് എന്നിവയും ക്ഷേത്രത്തിലെ മറ്റു വിശേഷാവസരങ്ങളാണ്. ജന്മപുണ്യ മോക്ഷകേന്ദ്രമായി ആധ്യാത്മികതയുടെ പരിമളം പരത്തി കൃപാനിധിയും കാരുണ്യവാരിധിയും മഹാമൃത്യുഞ്ജയമൂർത്തിയും ക്ഷിപ്രപ്രസാദിയുമായ ശിവഭഗവാൻ ഇവിടെ വിരാജിക്കുമ്പോൾ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ആ ദർശനം ഒരു ജന്മസാഫല്യമായി മാറുന്നു.